കേരള സർവകലാശാലയിലെ നാടകീയ നീക്കങ്ങൾ തുടരുന്നു. VC ഇറങ്ങിപ്പോയതിനു ശേഷവും സിൻഡിക്കേറ്റ് യോഗത്തിൽ വിശദീകരണം നൽകാതെ ജോയിന്റ് രജിസ്ട്രാർ P. ഹരികുമാർ അവധിയിൽ പ്രവേശിച്ചു. അവധി അപേക്ഷ ലഭിച്ചിട്ടില്ലെന്നാണ് താൽക്കാലിക VC സിസ തോമസിന്റെ നിലപാട്. സിൻഡിക്കേറ്റ് തീരുമാനപ്രകാരമാണ് ചുമതല ഏറ്റെടുത്തതെന്ന് രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാർ പറഞ്ഞു. സർവകലാശാലയുടെ സിൻഡിക്കേറ്റിന്റെ തീരുമാനപ്രകാരം അത് ഔദ്യോഗികമായി അറിയിച്ചതിനെ തുടർന്ന് അതിന്റെ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. സാധാരണ നമ്മുടെ നാടിന്റെ സ്വത്താണ് ഈ സർവകലാശാല. ഇതിൽ ശാന്തമായി പോകണം. നന്നായി ഈ സർവകലാശാല ഉയരത്തിലേക്ക് വരണം. അതേസമയം സസ്പെൻഷൻ ചോദ്യം ചെയ്ത് രജിസ്ട്രാർ KS അനിൽകുമാർ നൽകിയ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. വീണ്ടും സ്ഥാനമേറ്റതിനാൽ ഹർജി അനിൽകുമാർ പിൻവലിക്കും. കേസിൽ സിൻഡിക്കേറ്റും വൈസ് ചാൻസലറും മറുപടി സത്യവാങ്മൂലം നൽകുകയും ചെയ്യും. ഉമേഷ് ബാലകൃഷ്ണൻ, B. ദിലീപ് കുമാർ, വിഷ്ണു സുരേഷ് എന്നിവർ ചേരുന്നു. ആദ്യം ഉമേഷിലേക്കാണ് പോകുന്നത്. ഉമേഷ്, അക്ഷരാർത്ഥത്തിൽ നെടുകപ്പിളർന്നിരിക്കുന്നു സർവകലാശാല എന്ന് പറഞ്ഞാൽ രണ്ട് പക്ഷങ്ങളായിരിക്കുന്നു. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ രണ്ട് രാഷ്ട്രീയ പക്ഷങ്ങളായിരിക്കുന്നു. ഒന്ന് സംഘപക്ഷവും ഒന്ന് ഇടതുപക്ഷവും. ഏറ്റുമുട്ടൽ ഏതളവിൽ പോകും എന്ന് കരുതണം ഉമേഷ്? എന്തായാലും ഏറ്റുമുട്ടൽ രൂക്ഷമായി പോവുകയാണ്. എന്തായാലും ഇനി അടുത്ത് എന്ത് എന്നുള്ളതാണ്. അത് വളരെ കീനായിട്ട് അല്ലെങ്കിൽ വളരെ സൂക്ഷ്മമായി കോടതി നടപടികൾ ഇപ്പോൾ വീക്ഷിക്കുകയാണ് രണ്ട് കൂട്ടരും. കാരണം സിസ തോമസ് ഇപ്പോഴും യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തിയിട്ടില്ല. സിസ തോമസ് താൽക്കാലിക VC ആണ്. നാളെ കൂടെ മാത്രമാണ് സിസ തോമസിന് ചുമതലയുള്ളത്. സിസ തോമസ് ഇപ്പോൾ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിലേക്കാണ് പോയത്. കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് ഇങ്ങോട്ടേക്ക് വരാം എന്നുള്ളതാണ് സിസ തോമസിന്റെ നിലപാട്. അതേസമയം സിൻഡിക്കേറ്റ് അംഗങ്ങൾ, ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ രാവിലെ തന്നെ ഈ യൂണിവേഴ്സിറ്റിയിൽ എത്തിയിട്ടുണ്ട്. അവർ രജിസ്ട്രാറുമായി ഇപ്പോൾ ഷിജുഖാൻ അടക്കമുള്ളവർ രജിസ്ട്രാറുടെ ചേംബറിലേക്ക് പോയിട്ടുണ്ട്. അവിടെ കൂടിയാലോചനകൾ നടക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും രണ്ട് പക്ഷമായി പൂർണ്ണമായി തിരിഞ്ഞിരിക്കുന്നു. ഇതിൽ നേരത്തെ മോഹനൻ കുന്നമേൽ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത ശേഷം പകരം ചുമതല നൽകിയത് P. ഹരികുമാർ എന്ന സീനിയർ ജോയിന്റ് രജിസ്ട്രാർക്കാണ്. അദ്ദേഹം ഇന്ന് വന്നിട്ടില്ല. അദ്ദേഹത്തോട് കഴിഞ്ഞ ദിവസം സ്പെഷ്യൽ സിൻഡിക്കേറ്റ് യോഗം ചേർന്ന സമയത്ത് സിസ തോമസ് ഇത് സിൻഡിക്കേറ്റ് യോഗമല്ല, ഇത് ഞാൻ പിരിച്ചുവിട്ടിരിക്കുന്നു എന്നുള്ള നിലപാട് സ്വീകരിച്ച ശേഷവും സ്പെഷ്യൽ സിൻഡിക്കേറ്റ് യോഗത്തിൽ ജോയിന്റ് രജിസ്ട്രാർ തുടരുകയും സിൻഡിക്കേറ്റ് യോഗത്തിന്റെ തീരുമാനപ്രകാരം രജിസ്ട്രാറുടെ സസ്പെൻഷൻ റദ്ദാക്കിക്കൊണ്ടുള്ള തീരുമാനം രേഖപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ തുടർന്നതിൽ ഇപ്പോൾ താൽക്കാലിക VC സിസ തോമസ് ജോയിന്റ് രജിസ്ട്രാർ P. ഹരികുമാറിനോട് വിശദീകരണം ചോദിച്ചു. ആ വിശദീകരണം അദ്ദേഹം നൽകിയില്ല. പകരം അദ്ദേഹം അവധിയിൽ പോവുകയാണ് ചെയ്തത്. പക്ഷേ ആ അവധി അപേക്ഷ തനിക്ക് കിട്ടിയിട്ടില്ല എന്ന നിലപാടിലാണ് സിസ തോമസ് ഉള്ളത്. അപ്പോഴും അവിടെ ഒരു നിയമപ്രശ്നമുണ്ട്. അതായത് രജിസ്ട്രാർ ഇന്നലെ 4 മണിയോടുകൂടി ചുമതലയേറ്റു. അതുകൊണ്ട് തന്നെ ജോയിന്റ് രജിസ്ട്രാറുടെ റിപ്പോർട്ടിംഗ് ഓഫീസർ എന്ന് പറയുന്നത് സ്വാഭാവികമായി രജിസ്ട്രാറായി മാറി, അതായത് KS അനിൽകുമാറായി മാറി. അതുകൊണ്ട് തന്നെ അവധി അപേക്ഷ വൈസ് ചാൻസലർക്ക് കൊടുക്കേണ്ടതില്ല, അത് രജിസ്ട്രാർക്ക് കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ രജിസ്ട്രാർ അതിൽ തീരുമാനം എടുക്കുമോ, അതായത് അവധി അംഗീകരിച്ചുകൊണ്ട് നടപടി ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. എന്തായാലും സാങ്കേതികമായി തന്നെ വലിയ പ്രതിസന്ധികളിലേക്ക് ഇപ്പോൾ യൂണിവേഴ്സിറ്റി പോവുകയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരം, ചാൻസലർ ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, അതായത് ഗവർണർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് തേടിയിരിക്കുന്നു. കേരള സർവകലാശാലയിൽ നാടകീയ രംഗങ്ങൾ അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെടുകയാണ് ഗവർണർ രാജേന്ദ്ര അർലേക്കർ. ഇപ്പോൾ ഉടൻ റിപ്പോർട്ട് നൽകാൻ VCയോട് നിർദ്ദേശിച്ചു. റിപ്പോർട്ട് ഏത് രീതിയിൽ, റിപ്പോർട്ട് അനുസരിച്ചായിരിക്കും ജോയിന്റ് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യണമോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഒരുപക്ഷെ എന്തായാലും ഉണ്ടാവുക. എന്തായാലും ജോയിന്റ് രജിസ്ട്രാർക്കെതിരെയുള്ള നടപടി, അതായത് P. ഹരികുമാർ ലീവിന് പോവുകയും ആ ലീവ് അപേക്ഷയും കാരണം കാണിക്കൽ നോട്ടീസിനുള്ള മറുപടിയും ലഭിക്കാത്ത സാഹചര്യത്തിൽ വേണമെങ്കിൽ സിസ തോമസിന് ഇപ്പോൾ തന്നെ നടപടിയെടുക്കാം. പക്ഷേ ആ അപേക്ഷ തനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് അപേക്ഷ നൽകിയിട്ടില്ല എന്നുള്ളതല്ല അതിന്റെ വാദം. കാരണം രജിസ്ട്രാർ ഇന്നലെ 4 മണിയോടുകൂടി ജോയിൻ ചെയ്തു. ഇത്തരത്തിൽ സാങ്കേതികമായി വലിയ വിഷയങ്ങൾ നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ കോടതിയുടെ മൂവ്മെന്റ്, കോടതിയിൽ രജിസ്ട്രാർ തന്റെ സസ്പെൻഷൻ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയ ഹർജി പിൻവലിക്കുമ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള കമന്റ് ഉണ്ടാകുമോ? ഒപ്പം സിസ തോമസ് തന്റെ വ്യക്തിപരമായ രീതിയിൽ തന്നെ കോടതിയിൽ നിലപാട് അറിയിക്കുന്നുണ്ട്. ഇന്നലെ ചേർന്നത് സിൻഡിക്കേറ്റ് യോഗമേ അല്ല എന്നുള്ള നിലയിലാണ് സിസ തോമസ് നിലപാട് അറിയിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ സിൻഡിക്കേറ്റും കേരള യൂണിവേഴ്സിറ്റിയുടെ ഔദ്യോഗിക വെർഷൻ എന്ന നിലയിൽ നിലപാട് കോടതി അറിയിക്കുന്നുണ്ട്. ഇവയെല്ലാം പരിഗണിച്ചുകൊണ്ട് കോടതി എന്ത് നിലപാടിലെത്തും എന്നതിനനുസരിച്ചായിരിക്കും P. ഹരികുമാറിന്റെ സസ്പെൻഷൻ അടക്കമുള്ള കാര്യത്തിൽ തീരുമാനം ഉണ്ടാവുക. എന്തായാലും വളരെ സങ്കീർണമായി കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. P. ഹരികുമാർ എന്നിവിടെ എത്തിയിട്ടില്ല. പകരം രജിസ്ട്രാർ നേരെ ചുമതലയേറ്റിട്ടുണ്ട്. സിൻഡിക്കേറ്റ് അംഗങ്ങൾ രജിസ്ട്രാറുടെ റൂമിലേക്ക് പോയിട്ടുമുണ്ട്. ഹഷ്മി. ഓക്കെ, B. ദിലീപ് കുമാർ കുറിച്ച്. ദിലീപ്, രജിസ്ട്രാറുടെ സസ്പെൻഷൻ റദ്ദാക്കി തിരികെ സർവീസിൽ പ്രവേശിച്ചെന്ന് സർവകലാശാല സ്റ്റാൻഡിംഗ് കൗൺസിലും നിലനിൽക്കുന്നതല്ല എന്ന് VCയുടെ അഭിഭാഷകനും ഹൈക്കോടതിയിൽ നിലപാട് സ്വീകരിക്കാൻ പോകുന്നു. അപ്പോൾ അവിടുത്തെ നിയമ നടപടികൾ നിർണായകമാണ്. കോടതിയിൽ തീരുമാനം വരട്ടെ. പക്ഷേ ഇവിടെ താൽക്കാലിക VC ആയിട്ടുള്ള ആൾ പോലും ഒരു പക്ഷം ചേരുന്നു നമ്മൾ കണ്ടു. ദിലീപ്, നമ്മൾ നേരത്തെയും ആരിഫ് മുഹമ്മദ് ഖാന്റെ സമയത്തും ഈ ഏറ്റുമുട്ടൽ കണ്ടതാണെങ്കിലും ഇതിപ്പോൾ ഒരു പ്രതീകാത്മക ചിത്രത്തിന്റെ പേരിൽ സർവകലാശാലയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ തന്നെ അവതാളത്തിലാകും വണ്ണം പരസ്പരമുള്ള യുദ്ധം തുടരുന്നത് ദൗർഭാഗ്യകരമാണ് അക്ഷരാർത്ഥത്തിൽ. ദിലീപ്. ഹാഷ്മി, തികച്ചും ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ തന്നെയാണ് കേരള സർവകലാശാലയുടെ തലപ്പത്ത് നടക്കുന്നത്.
ഗവർണർ നിയോഗിച്ചിട്ടുള്ളവ VC ആയാലും താൽക്കാലിക VC ആയാലും ഒരു ഭാഗത്തും മറുവശത്ത് സിൻഡിക്കേറ്റ് അംഗങ്ങളും എന്നതാണ് നിലവിലെ അവസ്ഥ. ദൈനംദിന ഭരണകാര്യങ്ങൾ അതാണ് VCയുടെ ചുമതലയെങ്കിലും അതിൻ്റെ നയരൂപീകരണം സിൻഡിക്കേറ്റാണ് സാധാരണഗതിയിൽ തീരുമാനിക്കുന്നത്. പക്ഷേ അത്തരം കാര്യങ്ങളിൽ പോലും ഇതിൻ്റെ നിലവിലുള്ള ചട്ടങ്ങളൊക്കെ മറികടന്നുകൊണ്ടുള്ള നടപടികൾ അത് സിൻഡിക്കേറ്റിൻ്റെ ഭാഗത്തു നിന്നും VCയുടെ ഭാഗത്തു നിന്നുമൊക്കെ ഉണ്ടാവുകയാണ്. ഇനി ഹൈക്കോടതി എന്താണ് ഇക്കാര്യത്തിൽ തീരുമാനിക്കാൻ പോകുന്നത്, ഹൈക്കോടതിയുടെ നിലപാട് എന്താകും എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഗവർണർ രാജേന്ദ്ര അർലേക്കർ തന്നെ ഇക്കാര്യത്തിൽ ഇന്നലെ ചേർന്ന സിൻഡിക്കേറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. ഇന്നലെ ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ ആ യോഗം പിരിച്ചുവിട്ടു എന്ന് അറിയിച്ചതിനു ശേഷമാണ് രജിസ്ട്രാറുടെ സസ്പെൻഷൻ പിൻവലിച്ചുകൊണ്ട് സിൻഡിക്കേറ്റ് യോഗം തീരുമാനമെടുത്തത്. ആ തീരുമാനം നിലനിൽക്കുന്നതല്ല എന്നാണ് താൽക്കാലിക VC ഡോക്ടർ സിസ തോമസ് അറിയിച്ചിരുന്നത്. പക്ഷേ VC ഇറങ്ങിപ്പോയാലും VCക്ക് വിയോജിപ്പ് രേഖപ്പെടുത്താനുള്ള അവകാശമുണ്ട്. VC ഇറങ്ങിപ്പോവുകയാണെങ്കിൽ മറ്റൊരാളുടെ അധ്യക്ഷതയിൽ യോഗം ചേരാം എന്നാണ് സർവകലാശാല നിയമം പറയുന്നത്. അതുകൊണ്ട് ആ നിലയിലുള്ള തീരുമാനമാണ് സിൻഡിക്കേറ്റ് യോഗം കൈക്കൊണ്ടതെന്ന് യോഗത്തിൽ പങ്കെടുത്ത സിൻഡിക്കേറ്റ് അംഗങ്ങളും വാദിക്കുന്നുണ്ട്. ഏതായാലും ഇത് കേരളത്തിൽ ഇതുവരെ നടക്കാത്ത വിധമുള്ള ഒരു രാഷ്ട്രീയ വടംവലി സർവകലാശാലയുടെ തലപ്പത്തേക്ക്, അതിൽ ഇക്കാര്യത്തിൽ ഗവർണറായാലും വൈസ് ചാൻസലർ ആയാലും സിൻഡിക്കേറ്റ് ആയാലും ആര് പറയുന്നതും ഇക്കാര്യത്തിൽ അവരുടെ ഭാഗം ന്യായീകരിക്കലും രാഷ്ട്രീയമായുള്ള ചേരിതിരിഞ്ഞുള്ള അവകാശവാദവും അല്ലാതെ അക്കാദമിക് താല്പര്യം സംരക്ഷിക്കുക എന്നതല്ല എന്ന കാര്യം വ്യക്തമാണ്. അവിടെ ഈ ചിത്രം വെച്ച് ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു. ആ പരിപാടിയുടെ സംഘാടനവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉയരുന്നു. സിൻഡിക്കേറ്റ് അംഗങ്ങൾ അതിനെ എതിർക്കുന്നു, രജിസ്ട്രാർ എതിർക്കുന്നു. അതിനെ തുടർന്നുള്ള നടപടികൾ അത് പിന്നീട് ഇത്തരത്തിലുള്ള രജിസ്ട്രാറുടെ സസ്പെൻഷനിലേക്കൊക്കെ പോകുന്നു. അതതിൻ്റെ തലപ്പത്തുള്ളവർ ആ കാര്യങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് ഈ വടംവലിയിൽ ഏർപ്പെട്ടിട്ടുള്ളവരാണ് ഇങ്ങനെ ഒരു വടംവലി നല്ലതാണോ എന്ന കാര്യം ചിന്തിക്കേണ്ടത്. ഏതായാലും കേരള സർവകലാശാലയിൽ ഇപ്പോൾ നടക്കുന്നത് രാഷ്ട്രീയമായുള്ള ചേരിപ്പോരാണ്, അക്കാദമികമായിട്ടുള്ള യാതൊരു കാര്യവുമല്ല എന്ന കാര്യം പകൽ പോലെ തന്നെ വ്യക്തമാണ്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഈ വടംവലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ അക്കാര്യത്തിൽ നിന്ന് പിന്മാറിക്കൊണ്ട് വിദ്യാർത്ഥികളുടെ ഭാവിയെ കരുതി അക്കാദമിക് താല്പര്യങ്ങളിലേക്ക്, സർവകലാശാലയുടെ ദൈനംദിന നടത്തിപ്പ് കാര്യങ്ങളിലേക്കൊക്കെ കൂടുതൽ ശ്രദ്ധ തിരിക്കണം എന്നതാണ് പൊതുസമൂഹം, അക്കാദമിക് സമൂഹമൊക്കെ ഈ നിമിഷം ആവശ്യപ്പെടുന്നത്. ഏതായാലും കോടതിയുടെ തീർപ്പിന്, കോടതിയുടെ നിരീക്ഷണങ്ങൾക്ക് കോടതി എന്താണ് ഈ കാര്യത്തിൽ ഒരു തീരുമാനം കൈക്കൊള്ളാൻ പോകുന്നതെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അല്ല ദിലീപ്, ഇപ്പോൾ വരുന്ന വാർത്ത കേരള സർവകലാശാല നാടകീയ രംഗങ്ങളിൽ അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെടുന്ന ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് VCക്ക് നിർദ്ദേശം. റിപ്പോർട്ട് ആവശ്യപ്പെട്ടത് ഇന്നലെ നടന്ന സിൻഡിക്കേറ്റ് യോഗവുമായി ബന്ധപ്പെട്ടൊക്കെയാണ്. ദിലീപ് നേരത്തെ പറയുന്നത് പോലെ എന്താണ് പരോക്ഷമായി ഗവർണറുടെ നേതൃത്വത്തിൽ, പ്രത്യക്ഷമായും അല്ലാതെയും ഒക്കെ VCയുടെയും താൽക്കാലിക VCയുടെയും ഒക്കെ നേതൃത്വത്തിൽ ഒരു രാഷ്ട്രീയ പക്ഷം, അല്ലാത്തൊരു ഇടത് സിൻഡിക്കേറ്റിന്റെ രാഷ്ട്രീയ പക്ഷം, സർവകലാശാലയിലെ വിദ്യാർത്ഥികളുടെ ഭാവി പോലും ഒരുപക്ഷെ തുലച്ചു കളയുന്ന രീതിയിൽ അവർ തമ്മിലുള്ള രാഷ്ട്രീയ ചേരിപ്പോര് കോടതിയിലേക്ക് എത്തുകയാണല്ലോ കാര്യങ്ങൾ. ദിലീപ്, ഇത് കേരള സമൂഹത്തിൻ്റെയോ വിദ്യാർത്ഥി സമൂഹത്തിൻ്റെയോ അല്ലെങ്കിൽ അക്കാദമിക സമൂഹത്തിൻ്റെയോ നന്മയ്ക്ക് വേണ്ടിയുള്ളതല്ല. ഇത് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയുള്ള പക്കാ രാഷ്ട്രീയ ചേരിപ്പ്. രാഷ്ട്രീയ പാർട്ടികൾ ഏത് രീതിയിൽ തെരുവിലേറ്റുമുട്ടുന്നോ ആ മട്ടിലുള്ള രാഷ്ട്രീയ ചേരിപ്പോര് മാത്രമാണ്. അത് കോടതിയെ ബോധ്യപ്പെടുത്താൻ അല്ലെങ്കിൽ അത് കോടതിയുടെ ശ്രദ്ധയിലേക്ക് എത്തും എന്ന് പ്രതീക്ഷിക്കാമോ നമുക്ക് ദിലീപ്? ഹാഷ്മി, കോടതി ഇക്കാര്യത്തിൽ ഏതായാലും ചട്ടങ്ങളും നിയമങ്ങളും ഒക്കെ നോക്കി തന്നെയായിരിക്കും തീരുമാനമെടുക്കുക. അതുകൊണ്ട് ആ തീരുമാനത്തിന്, കോടതിയുടെ തീരുമാനത്തിന് കാത്തിരിക്കാം. ഇപ്പോൾ ഏതായാലും സർവകലാശാലയുടെ തലപ്പത്തുള്ള ഈ രണ്ടുപേരും, VCയും താൽക്കാലിക ചുമതലയുള്ള VCയും അവർ ഒരു ഭാഗത്തും സിൻഡിക്കേറ്റ് മറുഭാഗത്തുമായി നിന്നുകൊണ്ട്, അതിൽ സിൻഡിക്കേറ്റിൽ തന്നെ BJP അംഗങ്ങൾ, 2 BJP അംഗങ്ങൾ മാത്രമാണ് അതിൽ VCയുടെ നിലപാടിനെ അനുകൂലിക്കുന്നത്. UDFിൻ്റെ അംഗങ്ങളും ഇക്കാര്യത്തിൽ LDFിൻ്റെ അംഗങ്ങളും ഏതാണ്ട് ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. ഈ രജിസ്ട്രാറുടെ സസ്പെൻഷൻ പിൻവലിക്കണം എന്ന കാര്യത്തിൽ അവരൊക്കെ ഒരേ മനസ്സോടുകൂടിയാണ് അവർ നിന്നത്. പക്ഷേ ഏതായാലും ഇതിൻ്റെ മെറിറ്റ് നോക്കേണ്ടത് കോടതിയാണ്. നിയമവശങ്ങൾ, അതിൻ്റെ നിയമ സംവിധാനങ്ങൾ, അതിൻ്റെ നിയമവശങ്ങളൊക്കെ സൂക്ഷ്മമായി പരിശോധിച്ച് തന്നെ ഒരു തീരുമാനത്തിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ ഇങ്ങനെയുള്ള ഒരു നിയമ പോരാട്ടത്തിലേക്കൊക്കെ കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കണമായിരുന്നോ എന്നതൊക്കെ ഇതിൻ്റെ തലപ്പത്തുള്ളവരാണ് ചിന്തിക്കേണ്ടത്. VC ആയാലും ആക്ടിംഗ് VC ആയാലും അതുപോലെ തന്നെ ഈ സിൻഡിക്കേറ്റ് അംഗങ്ങളായാലും ചെയ്യുന്നത് അത് സർവകലാശാലയുടെ ഒരു അക്കാദമികമായുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടമല്ല കോടതിയിലേക്ക് എത്തിയത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. രാഷ്ട്രീയമായി ചേരിതിരിഞ്ഞുള്ള ഒരു ചേരിപ്പോരാണ് ഇപ്പോൾ കേരള സർവകലാശാലയുടെ തലപ്പത്ത് നടക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഹാഷ്മി, ദിലീപ് കുമാറും ഉമേഷ് ബാലകൃഷ്ണനുമാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകി. അല്പസമയത്തിനും കോടതി കേസെടുക്കാൻ പോകുന്നു. അപ്പോൾ കോടതി പറയുന്ന നിലപാട് നിർണായകമാണ്. ഒരു പ്രതീകാത്മക ചിത്രം
ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ അക്കാദമികമായ സ്വഭാവമില്ലാതെ ഒരു പക്കാ രാഷ്ട്രീയ ചേരിപ്പോരിലേക്കൊക്കെ സർവകലാശാലയെ വലിച്ചിഴക്കുകയും അത് കോടതിയിലേക്ക് പോവുകയും നിയമ നടപടികളിലേക്കും ഒക്കെ ഒരുപക്ഷെ സർവകലാശാലയുടെ ഈ പറഞ്ഞ മുന്നോട്ടുള്ള പോക്ക് തന്നെ സ്തംഭിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ളത് നല്ലതാണോ എന്ന് അതിനൊക്കെ ചുക്കാൻ പിടിക്കുന്ന രാഷ്ട്രീയ മനസ്സുകൾ ആലോചിക്കട്ടെ.